സുഭാഷിതം. ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു. 4-ാം ദിവസം പിന്നെ മുനി അരുത് വൃഥാകാലം കളകെന്നുള്ളതേതും. രാമായണത്തിൽ നിന്നുള്ള 4 വരികളാണിവ. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കഥകൾ പറഞ്ഞ് രസിപ്പിച്ചുവെന്നും പിന്നെ സമയം പാഴാക്കരുതെന്ന സൂചനയോടെ മിഥിലയിലേക്ക് യാത്രയായി എന്നുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. രാമായണത്തിലെ ഓരോ കഥാസന്ദർഭത്തിനു പിന്നിലും ഒന്നിലധികം കഥകളുണ്ട്. ഓരോ വരിയിലും വാക്കിലും ചിലപ്പോൾ ഒന്നിലധികം കാര്യങ്ങളും കണ്ടേക്കാം. വിശ്വാമിത്രന് രാമലക്ഷ്മണന്മാരെ വിട്ടുകൊടുക്കാൻ ദശരഥൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മടിക്കേണ്ട, അയച്ചോളൂ, നല്ലതേ വരൂ എന്ന് കുലഗുരുവായ വസിഷ്ഠൻ ഉപദേശിച്ച ശേഷമാണ് അയച്ചത്. മഹാതപസ്വിയാണ് വിശ്വാമിത്രൻ. താൻ നടത്തുന്ന യാഗം രക്ഷിക്കാൻ അദ്ദേഹത്തിന് തന്നെ കഴിയാഞ്ഞിട്ടല്ല. അതിന്റെ പേരിൽ രാമലക്ഷ്മണന്മാരെ വനത്തിലെത്തിച്ച് ഉപരിവിദ്യാഭ്യാസവും പ്രായോഗിക പരിശീലനവും നൽകുകയായിരുന്നു ലക്ഷ്യം. വസിഷ്ഠനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ കുട്ടികൾക്ക് ലഭിച്ചതായി അദ്ദേഹം കരുതുന്നുള്ളൂ. വനത്തിൽ പ്രവേശിച്ച ഉടനെ രാമലക്ഷ്മണന്മാർക്ക് 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. ബലയും അതിബലയും. വിശപ്പും ദാഹവുമറിയാതെ, ക്ഷീണമറിയാതെ പഠനരംഗത്തും കർമ്മരംഗത്തും ജാഗ്രതായിരിക്കാൻ കരുത്തു നൽകുന്ന ദിവ്യമന്ത്രങ്ങൾ. പിന്നെ ജനദ്രോഹകാരിയായ താടക എന്ന മഹാരാക്ഷസിയെ കൊല്ലിക്കുന്നു. ആദ്യത്തെ ആയുധ ലക്ഷ്യ പരീക്ഷയെന്ന് പറയാം. അതിൽ വിജയിച്ച രാമൻ വിശ്വാമിത്രൻ അനേകം ദിവ്യായുധങ്ങളും മന്ത്രങ്ങളും ഉപദേശിച്ചു. ആ ഉപദേശങ്ങളും ഫലവത്തായി. സിദ്ധാശ്രമത്തിൽ യാഗം തടസ്സപ്പെടുത്താൻ വന്ന രാക്ഷസന്മാരുടെ ശല്യം അങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്. സംപ്രീതനായ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ഗാഠാലിംഗനം ചെയ്ത് മൂർധാവിൽ മുകർന്നു. പിന്നെ 3 ദിവസം വിശ്രമമായിരുന്നു. അപ്പോഴാണ് അനേകം പുരാണ കഥകൾ മുനി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊക്കെ കഥകളാണ് എന്ന് എഴുത്തച്ഛൻ എടുത്തു പറയുന്നില്ല. എന്നാൽ വാൽമീകി രാമായണത്തിൽ തേടുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. വിശ്വാമിത്രന്റെ വംശകഥയോടെയാണ് തുടക്കം. പിന്നെ ഗംഗയുണ്ടായതും സാഗരമുണ്ടായതും ഭഗീരഥന്റെ ഉഗ്രതപസ്സും പാലാഴിമഥനവും കുമാരസംഭവവുമൊക്കെ വിശ്വാമിത്രൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാൽ പറ്റില്ല. സമയം ഒട്ടും പാഴാക്കാനില്ല. വേറെയും ജോലികളുണ്ട് എന്ന സൂചനയോടെ വിശ്വാമിത്രൻ പിന്നെ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് നയിക്കുകയായി. യാത്രക്കിടയിലും അദ്ദേഹം കഥകളും കാര്യങ്ങളും ഓരോന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഗൗതമാശ്രമത്തിലെത്തിയപ്പോൾ അതിന്റെ ചരിത്രം മുഴുവൻ വിസ്തരിച്ച ശേഷമാണ് അഹല്യയ്ക്ക് മോക്ഷം നൽകുന്നത്. മിഥിലയിലെ ശൈവചാപ ഭഞ്ജനത്തിനുള്ള ആത്മവിശ്വാസം രാമന് പകർന്നു നൽകുന്നതും വിശ്വാമിത്രൻ തന്നെ. അത് സീതാസ്വയംവരം എന്ന മംഗളകർമ്മത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അയോധ്യയിൽ നിന്ന് പോന്നതിന്റെ പിറ്റേന്ന് വനവൃക്ഷച്ചുവട്ടിൽ ഉറങ്ങുന്ന രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകമുണ്ട് വാൽമീകി രാമായണത്തിൽ. ഇന്ത്യയുടെ ഗാനഗോകുലമായ MS സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ പ്രസിദ്ധമായ ആ ശ്ലോകം ഇതാണ്: കൗസല്യാ സുപ്രജാ രാമ പൂർവാസന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്യകം. കൗസല്യാത്മജനും വീര്യവാനുമായ ഹേ രാമ, ഉണരൂ, പ്രഭാതം വിടർന്നിരിക്കുന്നു, ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്ന ഉണർത്തുപാട്ടാണത്. തന്റെ യാഗരക്ഷയെ ഒരു നിമിത്തമായി എടുത്ത് രാമലക്ഷ്മണന്മാരെ ഉത്തമന്മാരും ബലവാന്മാരും ലോകവിവരമുള്ളവരും ഭരണനിപുണന്മാരുമാക്കി ഉയർത്തുന്ന ജോലി ഏറ്റെടുക്കുകയായിരുന്നു വിശ്വാമിത്രൻ. അതിന് ഒരു ഉന്നത വിദ്യാഭ്യാസ പരിപാടിയായി വേണം കാണാൻ. ഇന്നത്തെ ആംഗല ഭാഷയിൽ പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ തന്നെ. സുഖസമൃദ്ധമായ രാജമന്ദിരത്തിനപ്പുറം ക്ലേശപൂർണങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ഒപ്പം മനോഹരവുമായ കാട്ടുവഴികളുണ്ടെന്ന് തന്റെ ശിഷ്യന്മാരെ വിശ്വാമിത്രൻ ബോധ്യപ്പെടുത്തി. സ്നേഹലാളനങ്ങളോടെയുള്ള മന്ത്രോപദേശവും അസ്ത്രപ്രയോഗ വൈദഗ്ധ്യവും വിവിധ ദേശങ്ങളിലൂടെ ഓരോന്ന് കണ്ടും കേട്ടും തൊട്ടും അറിയിച്ചുകൊണ്ടുള്ള സഞ്ചാരവും ചേർന്നതായിരുന്നു ആ പരിശീലനകാലം. സമയം അല്പവും പാഴാക്കിയിരുന്നില്ല. അതിനിടയിലാണ് കഥകൾ പറഞ്ഞുകൊടുത്ത് കുട്ടികളെ വിശ്വാമിത്രൻ രസിപ്പിച്ചത്. ലോകപരിജ്ഞാനവും ചരിത്രബോധവും ഗുണവിവേകവും വളർത്തുന്ന പുരാണകഥകൾ. രാമായണത്തിലെ ഈ വരികൾ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്നു: ഇന്നത്തെ മുത്തശ്ശി മുത്തച്ഛന്മാരും അച്ഛനമ്മമാരും അമ്മാവന്മാരും കുട്ടികൾക്ക് ഇത്തരം ഉത്തമ ഗുണപാഠകഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ക്ലേശസഹന പരിശീലനം നൽകുന്നുണ്ടോ? അതില്ലാത്തതിന്റെ ദോഷാനുഭവങ്ങളിൽ മനം നൊന്തിരിക്കെ ഈ രാമായണ ഭാഗം നമ്മെ ചിന്തിപ്പിക്കട്ടെ. സുഭാഷിതം. അവതരിപ്പിച്ചത് PI ശങ്കരനാരായണൻ.